ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസുവും പുറത്തേക്ക്. എൻ വാസുവിന് ഉപാധികളോടെ ജാമ്യം അനുവദിച്ച് കൊല്ലം വിജിലൻസ് കോടതി. അതേസമയം കേസിൽ മുൻ ദേവസ്വം സെക്രട്ടറി എസ് ജയശ്രീയുടെ അറസ്റ്റ് തടഞ്ഞ ഇടക്കാല ഉത്തരവ് സുപ്രീംകോടതി നീട്ടി. കേസിൽ സുപ്രീംകോടതി ഗുരുതര പരാമർശങ്ങളും നടത്തി. സൂര്യഗായത്രി കൊല്ലത്തുനിന്നും ചേരുന്നു. ആർ അച്യുതൻ സുപ്രീം കോടതിയിൽ നിന്നും. ആദ്യം കൊല്ലത്തേക്കാണ്. സൂര്യഗായത്രി ചേരുന്നു. സൂര്യഗായത്രി, ഇതിപ്പോൾ കട്ടിലപ്പാളി കേസിലെ 3-ാം പ്രതിയാണ് എൻ വാസു. എൻ വാസുവിന് ജാമ്യം. അപ്പോൾ ഇതിപ്പോൾ 5-ാമത്തെ പ്രതിയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അത് കുറ്റപത്രം 90 ദിവസത്തിനകം സമർപ്പിക്കാത്തപ്പോൾ തന്നെ എന്തായാലും വാസു പുറത്തിറങ്ങും എന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. അത് അങ്ങനെ തന്നെ സംഭവിച്ചു. തീർച്ചയായിട്ടും സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് അഞ്ചാമത്തെ ആളാണ് എൻ വാസു ഇപ്പോൾ പുറത്തിറങ്ങുന്നത്. നേരത്തെ പുറത്തിറങ്ങിയ 4 പേരിൽ 3 പേരും സ്വാഭാവിക ജാമ്യം ലഭിച്ചു തന്നെയാണ് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത്. എൻ വാസുവും സമാനമായി സ്വാഭാവിക ജാമ്യത്തിൽ പുറത്തിറങ്ങുകയാണ്. 90 ദിവസത്തെ റിമാൻഡ് കാലാവധി പൂർത്തിയാക്കിയാണ് ഈ ഇറങ്ങുന്നത്. ഇതുകൂടാതെ ഉപാധികളോടെയാണ് വാസുവിന് ജാമ്യം അനുവദിച്ച് നൽകിയിരിക്കുന്നത്. ദേവസ്വം മുൻ പ്രസിഡന്റും കമ്മീഷണറുമാണ് എൻ വാസു. കട്ടിലപ്പാളി കേസിലെ 3-ാം പ്രതിയായിരുന്നു എൻ വാസു. കർശനമായിട്ടുള്ള ഉപാധികൾ ഉണ്ട്. അതായത് പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കരുത്, സംസ്ഥാനം വിട്ടു പോകരുത്, ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകണം, 2 ലക്ഷം രൂപയുടെ 2 ആൾജാമ്യം തുടങ്ങിയ ഉപാധികളോടെയാണ് എൻ വാസുവിന് ജാമ്യം അനുവദിച്ച് നൽകിക്കൊണ്ടുള്ള ഉത്തരവ് കൊല്ലം വിജിലൻസ് കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ 90 ദിവസത്തെ റിമാൻഡ് കാലാവധി പൂർത്തിയാക്കുമ്പോൾ ജാമ്യം അനുവദിച്ച് നൽകേണ്ടതാണ്. ആ സാഹചര്യത്തിൽ തന്നെയാണ് എൻ വാസുവിന് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. അത് കൂടാതെ തന്നെ അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യത്തിൽ കോടതി പറഞ്ഞതുപോലെ ഈ 90 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവിക ജാമ്യം അനുവദിക്കുക അത് കുറ്റാരോപിതന്റെ അവകാശമാണ് എന്നുള്ളത് ചൂണ്ടിക്കാട്ടി തന്നെയായിരുന്നു. അതുകൂടാതെ തന്നെ SIT ഇടക്കാല കുറ്റപത്രം പോലും സമർപ്പിക്കാത്ത സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് എൻ വാസു ഉൾപ്പെടെയുള്ളവർ സ്വാഭാവിക ജാമ്യത്തിൽ പുറത്തിറങ്ങിയത്. KS ബൈജുവിന്റെ ജാമ്യാപേക്ഷയും ഇന്ന് വിജിലൻസ് കോടതി പരിഗണിച്ചിട്ടുണ്ടായിരുന്നു. വാദം കേട്ട വിജിലൻസ് കോടതി ഉത്തരവ് പറയാൻ നാളെ മാറ്റിവെച്ചിരിക്കുകയാണ്. KS ബൈജു സമാന സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ KS ബൈജുവും നാളെ സ്വാഭാവിക ജാമ്യത്തിൽ പുറത്തിറങ്ങുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ സ്വാഭാവിക ജാമ്യത്തിൽ പുറത്തിറങ്ങുന്ന ആളുകളുടെ എണ്ണം ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതലാവുകയാണ്. എന്തായാലും ഇത് SITക്ക് വലിയ തരത്തിലുള്ള വിമർശനം SITക്കെതിരെ വലിയ തരത്തിലുള്ള വിമർശനം ഉയരുന്നതിന് സാഹചര്യം ഒരുക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്തായാലും അല്പസമയം കൂടി കഴിയുമ്പോൾ വൈകിട്ടോടു കൂടി തന്നെ എൻ വാസു പുറത്തേക്ക് എന്നുള്ളത് തന്നെയാണ്. നാളെ തൊട്ടടുത്ത ദിവസം തന്നെ KS ബൈജു ഈ സംഭവം നടക്കുന്ന സമയം, അതായത് സ്വർണ്ണക്കൊള്ള നടന്നു എന്ന് പറയുന്ന കാലയളവിൽ തിരുവാഭരണം കമ്മീഷണറായിരുന്നു KS ബൈജു. ഇരുവർക്കും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പങ്കുണ്ട് എന്നുള്ളതായിരുന്നു SIT മുന്നോട്ട് വെച്ച ഒരു കണ്ടെത്തൽ. പക്ഷേ സ്വാഭാവിക ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുകയാണ്. ഇന്നിപ്പോൾ എൻ വാസു പുറത്തിറങ്ങും, നാളെ KS ബൈജു പുറത്തിറങ്ങും. അത് കുറ്റപത്രം സമർപ്പിക്കാൻ കാലതാമസം എടുക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇവർക്കൊക്കെ പുറത്തിറങ്ങാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങുന്നത്. സംസ്ഥാനം വിടരുത്, പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കരുത് തുടങ്ങി ഉപാധികളോടെയാണ് എൻ വാസുവിന് ഇപ്പോൾ ജാമ്യം നൽകിയിട്ടുള്ളത്. സൂര്യഗായത്രിയാണ് കൊല്ലത്തു നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഇനി പോകുന്നത് സുപ്രീം കോടതിയിൽ നിന്നുള്ള വിവരങ്ങളിലേക്കാണ്. ആർ അച്യുതനാണ് ചേരുന്നത് കൂടുതൽ വിവരങ്ങളുമായി. മുൻ ദേവസ്വം സെക്രട്ടറി ജയശ്രീയുടെ ജാമ്യഹർജി പരിഗണിക്കുമ്പോൾ സുപ്രീം കോടതി പക്ഷേ ചില നിരീക്ഷണങ്ങൾ നടത്തുകയുണ്ടായി. അത് വലിയ വിമർശനങ്ങൾ തന്നെ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ദിസ് ഇസ് ടു മച്ച്. കൊടിമരത്തിലെ സ്വർണം വരെ മോഷ്ടിച്ചു, അടിച്ചു മാറ്റി എന്നുള്ള രീതിയിൽ സുപ്രീം കോടതി പറയുന്നു. ആദ്യം വന്ന വാദം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ നിരീക്ഷണം കണ്ടപ്പോൾ ഇതിൽ ജയശ്രീക്ക് ആശ്വസിക്കാവുന്നതൊന്നും ഉണ്ടാകില്ലെന്ന് കരുതിയെങ്കിലും പിന്നീട് അറസ്റ്റ് തടഞ്ഞ് അത് നിലനിൽക്കുന്നു. കുറച്ച് ദിവസം കൂടി അടുത്തയാഴ്ച സുപ്രീം കോടതി കേസ് പരിഗണിക്കുന്നതുവരെ അറസ്റ്റ് തടഞ്ഞു തന്നെയാണ് ഉള്ളത്. അത് ജയശ്രീക്ക് അല്പം ആശ്വാസമാകുന്നുവല്ലേ? സ്മിത, അതായത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടാണ് എസ് ജയശ്രീ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നത്. പക്ഷേ അത് കഴിഞ്ഞ തവണ പരിഗണിച്ച ഘട്ടത്തിലായിരുന്നു സുപ്രീം കോടതി അറസ്റ്റ് തടഞ്ഞുകൊണ്ട് അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരാകാൻ ജയശ്രീയോട് നിർദ്ദേശിച്ചതും ജയശ്രീ അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരായതും. പക്ഷേ ഇന്ന് തുടക്കത്തിൽ ഈ ജാമ്യാപേക്ഷ പരിഗണിച്ച ഘട്ടത്തിൽ സുപ്രീം കോടതി പറഞ്ഞത് മുൻകൂർ ജാമ്യം നൽകാൻ കഴിയില്ല, നിങ്ങൾ ഇന്നലെ വരെ വന്ന വാർത്തകൾ ശ്രദ്ധിച്ചു എന്ന് ചോദിക്കുകയുണ്ടായി. അതിൽ മുഴുവൻ സ്വർണവും കൊള്ളയടിച്ചല്ലോ, മാത്രമല്ല ഒടുവിൽ വന്ന വാർത്തകൾ
രേഖകൾ പ്രകാരം കൊടിമരത്തിലെ സ്വർണം വരെ കളവ് പോയി എന്ന് കോടതി അതായത് ജയശ്രീയോട് പറയുകയുണ്ടായി. എന്നാൽ ആരോഗ്യ കാരണങ്ങൾ വീണ്ടും ചൂണ്ടിക്കാട്ടി. അപ്പോൾ കോടതി പറഞ്ഞത് ജയിലിൽ ചികിത്സ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകാനായുള്ള നിർദ്ദേശം പുറപ്പെടുവിക്കാമെന്നും സുപ്രീം കോടതി പറയുകയുണ്ടായി. എന്നാലും ആരോഗ്യപരമായ കാരണങ്ങൾ വീണ്ടും ഉയർത്തിയതോടുകൂടിയാണ് സുപ്രീം കോടതി ഈ അറസ്റ്റ് തടഞ്ഞുള്ള ഇടക്കാല ഉത്തരവ് ജയശ്രീക്ക് നീട്ടി നൽകിയിരിക്കുന്നത്. അടുത്ത കേസ് പരിഗണിക്കുന്നത് വരെയാണ് ഈ ഇടക്കാല ഉത്തരവ് നീട്ടി നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ മാസം 18-ന് അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരാകാനുള്ള നിർദ്ദേശം കൂടി ജയശ്രീക്ക് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കണ്ടതാണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട പ്രതികൾ ജാമ്യം തേടി സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും ആർക്കും ഒരു തരത്തിലുള്ള ആശ്വാസത്തിന് വക നൽകുന്ന ഒന്നും തന്നെ കോടതിയിൽ നിന്നും ഉണ്ടായില്ല. മറിച്ച് വിമർശനങ്ങളോടുകൂടി തന്നെ ഈ പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളിക്കളയുകയാണ് സുപ്രീം കോടതി ഉണ്ടായത്. ഇന്നലെ ഗോവർദ്ധനന്റെ ജാമ്യാപേക്ഷ പരിഗണനയ്ക്ക് വന്നപ്പോഴും സുപ്രീം കോടതി അറിയിച്ചത് അന്വേഷണം നടക്കുകയാണ്, കോടതി ഇതിൽ ഇടപെടുകയില്ല, സുപ്രീം കോടതി ഇതിൽ ഇടപെടുകയില്ല എന്ന് അറിയിക്കുകയാണ് ഉണ്ടായത്. ഇപ്പോൾ ജയശ്രീയുടെ കാര്യത്തിൽ മാത്രമാണ് ഒരു താൽക്കാലിക ആശ്വാസം സുപ്രീം കോടതിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും അടുത്ത കേസ് പരിഗണിക്കുന്നത് വരെയാണ് ഈ അറസ്റ്റ് തടഞ്ഞിട്ടുള്ള ഇടക്കാല ഉത്തരവ് നീട്ടി നൽകിയിരിക്കുന്നത്. അടുത്തവണ കേസ് പരിഗണിക്കുമ്പോൾ എന്താണ് കോടതിയുടെ തീരുമാനം എന്നതാണ് നിർണായകം. സ്മിത, മുൻ ദേവസ്വം സെക്രട്ടറി എസ് ജയശ്രീക്ക് തൽക്കാലത്തേക്ക് ആശ്വാസമായിരിക്കുന്നു. അറസ്റ്റ് തടഞ്ഞ ഇടക്കാല ഉത്തരവ് നീട്ടി നൽകിയിരിക്കുന്നു സുപ്രീം കോടതി. അടുത്തയാഴ്ച കേസ് വീണ്ടും പരിഗണിക്കും. അച്യുതനാണ് കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.